ഹായ്. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റ് സെൽഫ് ഫെയ്ത്തിനെ കുറിച്ചാണല്ലോ അല്ലേ. സെൽഫ് ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണം. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ കഴിവിനെക്കുറിച്ച്, നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക എന്ന് മറ്റുള്ളവർ പറയുന്നതല്ലാതെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പോകുന്ന വഴികളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും വളരെ പെർഫെക്റ്റായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അതായത് നമ്മുടെ സമൂഹത്തിൽ അതായത് ഇപ്പോഴുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നുള്ള ആൾക്കാർ ചെയ്ത് എന്താണോ ആ വഴികൾ കൂടി നമ്മളും സഞ്ചരിക്കുക എന്നുള്ളൊരു പാതയാണല്ലോ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വിപരീതമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് നമ്മളുള്ളിലുള്ള വിശ്വാസം, നമ്മളുടെ കഴിവുകൾ എന്താണ്, എൻ്റെ കഴിവ്, ആ കഴിവ് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത് 100% അത് സക്സസ് ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. നിങ്ങളിൽ വിശ്വാസമില്ലാതെ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നിങ്ങളൊരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ, ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങളൊരു വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആയിരിക്കാം. മെജോറിറ്റി അത് 90% അത് നിങ്ങൾ പറഞ്ഞൊരു റിസൾട്ട്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾക്ക് ഏതൊരു വിഷയത്തിലാണ് നമുക്ക് കോൺഫിഡൻസ് ഉള്ളത്, നമ്മൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള കോൺഫിഡൻസ് ഉള്ള വിഷയത്തിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. പുറമെയുള്ള ആൾക്കാർ എന്താണോ പറയുന്നത്, പുറത്തുള്ള ആൾക്കാർ, അത് കാണുന്ന ആൾക്കാർ എന്താണ് വിചാരിക്കാന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, കുറേ പണ്ട് ഏതൊരു GPയിലാണോ GCയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊന്ന് കേട്ട മാതിരി, അത് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് വിചാരിക്കും, അതായത് നമ്മൾ വിചാരിച്ചത് അവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിചാരിച്ചത് നമ്മൾ നടക്കുന്നത്. പക്ഷേ കുറേ കഴിയുമ്പോൾ വിചാരിക്കും അവരാരും നമ്മളെ നോക്കിയിട്ടില്ല, നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നടന്നത് മാത്രം അത് വേസ്റ്റായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിലും, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജോലി ചൂസ് ചെയ്യുകയാണെങ്കിലും, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളൊരു പഠനത്തിൽ ചൂസ് ചെയ്യുകയാണെങ്കിലും, നമ്മളുടെ കഴിവും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലാക്കി നമ്മളത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരുന്നതാണ്. നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നമ്മുടെ വിഷ്വലൈസേഷനും എല്ലാം നമ്മളോട് പറയുന്നത്. ഓക്കെ ബൈ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് കാണാം.